ഹരിതനോമ്പുമായി വരുന്ന കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ കേൾക്കുവാൻ വിശ്വാസികളോട് ഹരിതനോമ്പാചരിച്ച് മാംസാഹാരങ്ങൾ വെടിഞ്ഞ് ആ പണം കൂടി പള്ളിത്തന്തന്മാർക്ക് പുട്ടടിക്കുവാൻ കൊടുക്കണമെന്ന് ഓർത്തഡോക്സ് സഭ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരു കാളവണ്ടിക്കാരനായിരുന്ന അപ്പൻ്റെ മകനായിരുന്നു ഞങ്ങളുടെ കാതോലിക്ക മത്തായി മൂന്നാമൻ. ആ മാന്യദേഹം നോമ്പുകാലത്ത് എളിമയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ വരുന്നത് 1.25 കോടിയുടെ ടയോട്ട വെൽഫെയറിലാണ്. ബെൻസും കാമറിയും കൂടാതാണ് ലാളിത്യത്തിൻ്റെ നിറകുടമായ ഞങ്ങളുടെ മത്തായി മൂന്നാമൻ വെൽഫെയർ കൂടി വാങ്ങിയത്. ആരുടെ കാശുകൊണ്ട്? വിശ്വാസികളുടെ കാശുകൊണ്ട്. സഞ്ചരിക്കുവാൻ 1.25 കോടിയുടെ ആഡംബര വാഹനം, ശരീരത്തിൽ 2 കോടിയിൽ പരം രൂപയുടെ മാലകളും മോതിരങ്ങളും, 10 ലക്ഷത്തിലധികം വിലമതിക്കുന്ന കുപ്പായം, കലിത്തൊഴുത്തിൽ പിറന്ന ലാളിത്യത്തിൻ്റെയും എളിമയുടെയും പ്രതീകമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം പകരുവാൻ നടക്കുന്ന മോന്മാരാണ് അഴകിയ രാവണന്മാരായി രാജാപ്പാട്ടവേഷവും കെട്ടി നടക്കുന്നത് എന്നോർക്കണം. വിശ്വാസികളെ പിടുങ്ങുവാൻ ഹരിതനോമ്പ് പദ്ധതിയുമായി വരുന്ന ഓർത്തഡോക്സ് സഭയിലെ പൂച്ചാണ്ടി മെത്രാന്മാർ ഇത് ചെവി തുറന്ന് കേൾക്കണം. നീയൊക്കെ കേട്ടാൽ മാത്രം പോരാ, നാണക്കേട് തോന്നണം. ഇത്തരം വലിപ്പീരികൾ ഇനി അധികം പോകില്ല എന്നും മനസ്സിലാക്കണം. ഓർത്തഡോക്സ് സഭാംഗമായ വർഗീസ് അച്ചായന്റെ പ്രതികരണം കേൾക്കുക. നമ്മളെ ഏതാനും ദിവസമായിട്ട് ഓർത്താല് ഒരുപാട് ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ചിരിക്കാനുമുള്ള വിഷയങ്ങളാണ് ഈ ചാനലിൽ, ഒരു ചാനലല്ല പല ചാനലിൽ കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ഐറ്റോ ന്യൂസിനകത്ത് വരുന്നത് എല്ലാവരും ചിലര് പറയും അതങ്ങനെ, ചിലർ പറയും അത് ഇങ്ങനെ, ചിലർ പറയും നന്നായി എന്നൊക്കെ പറയും. അല്ലാതെ മറ്റു ചാനലുകാർ ഇപ്പൊ ഇത് ഏറ്റെടുത്തു. അപ്പൊ അത് നമ്മള് ആലോചിക്കേണ്ട ഒരു വിഷയം, ഒന്നിലധികം ചാനലുകാർ ഏറ്റെടുത്ത് ഇത് പറയാൻ തുടങ്ങുന്നപ്പോൾ തക്കതായ കാരണം കാണും. അതുകൊണ്ടല്ല, ചുമ്മാതൊന്നും ആരും പറയത്തില്ലല്ലോ. ഇപ്പൊ ഏറ്റവും ഒടുവില് ഈ ഹരിത നൊയമ്പിനെ പറ്റിയാണ് നമ്മളിവിടെ കേട്ടത്. അത് ഹരിത നൊയമ്പില് എന്തൊക്കെ ആകാം, എന്തൊക്കെ പാടില്ല. ഹരിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഹരിത വിപ്ലവം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതായ ഒരു കാര്യമാണ് ഈ ഹരിത നൊയമ്പ് എന്നൊക്കെ പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നിന്ന് വേണം നമ്മൾ എന്നാണ് അതിന്റെ രത്ന ചുരുക്കം. അത് ശരിയാണ്, നമുക്ക് സമ്മതിക്കാം. നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഹരിതമായി. കാര്യം അത് പിന്നെ അങ്ങനെ ആണെന്നല്ലോ അറിയാം, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഈ ഹരിതമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം അവനവനൊന്ന് ഹരിതമാക്കി, വ്യക്തികള് ഹരിതമാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരൊന്ന് ഹരിതമായിട്ടൊന്ന് വന്നേ, നിഷ്കളങ്കമായിട്ട് കളങ്കമില്ലാത്ത രീതിയിൽ ഒന്ന് ആഹ്വാനം ചെയ്ത് അന്നേരം അത് ഏറ്റുപിടിക്കും. ചുമ്മാതെ ഒരു ദിവസം നേരം വെളുത്ത് 4 പേര് കൂടി ഇത് ഹരിതമായിക്കൊല്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതൊക്കെ നടക്കുന്നേ. ഇത് ആഘോഷിക്കുന്നവർക്കൂടെ തോന്നുന്നുണ്ടായി, ഹരിത വിപ്ലവം നടത്തുന്നവർക്കൂടെ തോന്നുന്നുണ്ടായി. അപ്പൊ ഇതൊക്കെ പിന്നെ ആദ്യം സഭ നന്നാകണം. സഭയെന്ന് പറയുന്നത് സഭക്കാര് അത് നന്നാകണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിന് മുമ്പായിട്ട് ആഹ്വാനം ചെയ്യുന്നവരും അതിന്റെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ ആദ്യം ഇതിന്റെ മാതൃക കാണിച്ചു കൊടുക്കണം. ഇന്നാരെ കണ്ടുപിടിക്കുക, ഇന്നാരുടെ ജീവിതവും വ്യക്തിപരമായ ജീവിതവും മറ്റ് വിശ്വാസികളോടുള്ള സമീപനവും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് എന്ന് പറയണം. ഇത് മാതൃകയായിട്ടുള്ള ഒരാളുടെ പേര് പറ, ഏതെങ്കിലും ഒരാളുടെ പേര് പറ. മാതൃകയായിട്ട് ഇല്ലെന്നല്ല, സാധാരണക്കാരായ ചില അച്ഛന്മാരുണ്ട്, ദ്രവ്യാഗ്രഹം ഇല്ലാത്ത അച്ഛന്മാരെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന അച്ഛനുണ്ട്. 5 പൈസ ഒരുത്തിൻ്റെ ഇത് മേടിക്കത്തില്ല, കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അച്ഛൻ്റെ മസ്കാമയ്ക്കൊരു ജോലിയുണ്ട്, അത് കൊണ്ടും അച്ഛന് കിട്ടുന്ന ഈ തുച്ഛമായ വരുമാനവും കൊണ്ടൊക്കെ അച്ഛൻ അത് ജീവിക്കും. മക്കളെയും വളർത്തി അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു പൈസയും ആരുടെയും മേടിക്കത്തില്ല. എനിക്കറിയാം. ആർക്കെങ്കിലും അങ്ങനെ സംശയമുള്ളവരുണ്ട് എന്നോട് ചോദിച്ചേ, ഞാൻ പറഞ്ഞുതരാം. അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇനിയും വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ കൺവെൻഷന്റെ കാലയളവാണ്. സകലമാന പള്ളികളിലും നോയമ്പിന് മുമ്പേ കൺവെൻഷൻ പൂർത്തിയാക്കും, സകലമാന പള്ളികളിലും. അപ്പോഴേ ഓരോ പള്ളിയിലും അവരവരെ കഴിവിന്റെ പരമാവധി ചെലവാക്കിയാണ് കൺവെൻഷനും പെരുന്നാളും എല്ലാം നടത്തുന്നത്. അത് വിശ്വാസികൾ ഓരോ വീട്ടിൽ നിന്നും കൊടുക്കേണ്ട ടാർഗറ്റ്, ചെറിയ പള്ളിക്കാർക്ക് പോലും അതിന്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അവര് പള്ളിക്കാരാണ് വെച്ചിരിക്കുന്നത്, അല്ല സഭയെന്നല്ല. അത്രയും അതിനകത്ത് കൊടുത്തു കഴിയുമ്പം 3 ദിവസത്തെ കൺവെൻഷന് ഒരു റാസ, പിന്നെ ഒരു 3 മേല അല്ലെ ഒരു 5 മേ കുർബാന എല്ലാം കഴിഞ്ഞ് പെരുന്നാള് ഒരു ഭക്ഷണത്തോടു കൂടി അത് അവസാനിക്കും. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ കൺവെൻഷൻ എല്ലാം സകലമാന എടുത്ത് നടത്തുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്.
അല്ലെ കഴിഞ്ഞ കൊല്ലം നടത്തിയ കൺവെൻഷനിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വരത്തില്ലല്ലോ. അപ്പൊ അത് ഇല്ല. എല്ലാവരും നെല്ലുണങ്ങിയപ്പോ കുഴങ്ങ് വാലുണങ്ങുന്നെന്ന് പറഞ്ഞതുപോലുള്ള കൺവെൻഷനാണ് നടക്കുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ ഒരു ഭദ്രാസന കൺവെൻഷൻ ഉണ്ട്. എല്ലാവരും കൂടി ഏകോപിപ്പിച്ച് ഇക്കറിഞ്ഞതൊന്നും പോരാ, ബാക്കി ഞങ്ങളൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആർക്ക് കൊള്ളാം? ഈ കൺവെൻഷൻ നടത്തിയത് കൊണ്ട് കൊള്ളാം ആർക്കാ? പ്രസംഗിക്കാൻ വരുന്നവർക്കും അതുപോലെ തന്നെ ഈ പള്ളിയിലെ ഈ മറ്റേ പെരുന്നാളിനൊക്കെ വരുന്ന തിരുവാനിമാർക്കും അച്ഛന്മാർക്കും എല്ലാം കാര്യമായിട്ടൊക്കെ കിട്ടും. അല്ലാതെ എന്തുവാ? വിശ്വാസികളുടെ പോക്കറ്റിൽ കിടക്കുന്ന അങ്ങ് പോവുകയും ചെയ്യും, മറ്റവരുടെ പോക്കറ്റിൽ നിറയുകയും ചെയ്യും. അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ആരെങ്കിലും നന്നായി എന്നുള്ളത് ആർക്കെങ്കിലും അറിവുള്ളതെന്ന് ഒരു ലൈറ്റ് വെയിൽ തന്നെ പറഞ്ഞാൽ മതി. ലൈറ്റ് ന്യൂസിൽ വിളിച്ചു പറഞ്ഞേച്ചാൽ മതി, ഞാൻ ഇക്കൊല്ലം നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ അവർ തിരക്കുമല്ലോ. ഈ പുള്ളി വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവർത്തനം ശരിയാണോ എന്ന് അന്വേഷിക്കുക ചെയ്യും. അന്വേഷിക്കാത്ത ന്യൂനത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ആളിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം കൂടെ ചിലപ്പോൾ എടുത്തങ്ങ് ഇടും. അത് നമുക്ക് പറയാനൊക്കത്തില്ല. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഈ ആഹ്വാനം ചെയ്യുമ്പോഴേ സ്വയം നന്നായിട്ട് ആഹ്വാനം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സ്വയം നന്നാകണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ സിനഡിനെ? അവിടെ ഇരിക്കുന്ന ഓരോ സിനഡിന്, പരിശുദ്ധ സിനഡ് നടക്കുമ്പോഴേ അവിടെ വന്നിരിക്കുന്ന സിനഡിൽ വന്നിരിക്കുന്ന മെത്രാന്മാരെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടില്ലയോ? കഴിഞ്ഞ ദിവസം കേട്ടല്ലോ. മക്കളുള്ളവരെ അങ്ങനെ ഇങ്ങനെ എല്ലാം. ഇതൊന്നും സഹിക്കാനൊക്കാത്ത കാര്യങ്ങളാ. മനുഷ്യരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വലിയ കുപ്പായം ഇട്ടുകൊണ്ട് ഈ ഇത് കാണിക്കുന്ന അത് കണ്ടു കഴിയുമ്പോൾ ആർക്കാ ഇതൊക്കെ സഹിക്കുന്നത്? വലിയ പ്രയാസമാണ്. നോയമ്പിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് യാക്കോബക്കാർക്ക് അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർക്കൊക്കെ ഒരു പ്രത്യേക ദിവസം. അത് നോയമ്പാ. ബുധനാഴ്ച നോയമ്പ് എന്ന് പറയുന്നത് നോയമ്പ്. അപ്പൊ ഈ ദിവസം വർജിക്കേണ്ടതായ ചില ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരൻ്റെ കോഴി വന്ന് ഒരച്ഛൻ്റെ വീട്ടിൽ കയറി, അവിടെ കയറി ഇറങ്ങിപ്പോകാൻ പാടുപെട്ടേണ്ടത് ആ ധൃതി വെച്ചപ്പം ഈ ഒരു ഉളക്ക ഇതിന്റെ കോഴിയുടെ പുറത്ത് വീണ് കോഴി അങ്ങ് ചത്തുപോയി. അപ്പൊ മസ്കാമ നോക്കിയപ്പം ഇതെടുത്ത് കൊണ്ടു കൊടുത്താൽ മുട്ടം വഴക്കാകും, വലിയ പ്രശ്നമാകും. പ്രശ്നം ഒഴിവാക്കാനായിട്ട് മസ്കാമ എന്ത് ചെയ്തു? കഥയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ അതേ കയറി പിടിച്ചു വരരുത്. മസ്കാമ അതിനെ എടുത്ത് കറി വെച്ചു. കാര്യം ഇന്നല്ലേ നോയമ്പ്, നാളെ പിള്ളേര് കൂട്ടിക്കോളുമല്ലോ എന്ന് പറഞ്ഞെടുത്ത് കറി വെച്ചു. വലിയ വഴക്കുണ്ടാകുകയാണെങ്കിൽ കാശം കൊടുത്താൽ മതിയല്ലേ. അങ്ങനെ ഒരു മനസ്ഥിതി അനുസരിച്ച് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് അച്ഛൻ കയറി വരുന്നു. അച്ഛൻ കയറി വന്നപ്പം ഈ ഇറച്ചിക്കറിയുടെ മണം കേട്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെന്താ ഇന്ന് ബുധനാഴ്ചയല്ലേ ഇറച്ചിക്കറിയൊക്കെ? അച്ഛാ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അത് വേണ്ടായിരുന്നു എന്നെല്ലാം അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ പോയി ഇരിക്കുക. ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് അച്ഛൻ വന്നപ്പം മസ്കാമയോട് ചോദിച്ചു, മറ്റേ ഇറച്ചിക്കറി എന്തേ? ഓ അത് ഇവിടെ ഇരിക്കുക, അതിനി തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം, നാളെ പിള്ളേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞെ ഒരു ചോദ്യം ചോദിച്ചു. ഈ ഇറച്ചി കറി വെക്കാൻ മുളകും മല്ലിയും ഒക്കെ ഇവിടുത്തെ, അത് നമ്മുടെ ഇല്ലയോ? എന്നാ ഒരു കാര്യം ചെയ്യും, ആ ചാറയിൽ ഒരു ശകലം ഇങ്ങനെ അന്നേക്കാൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നോയമ്പ്. ഇവരുടെ നോയമ്പ് ഇത്രയൊക്കെ ഉള്ളൂ. ചാറ് മാത്രം, മുളകും മല്ലിയും നമ്മുടെ ഇല്ലയോ, ചാറ് ഇങ്ങനെ അന്നേക്കാൻ. ഇതൊക്കെയാണ് ഇവരുടെ നോയമ്പ്. നമ്മൾ കൂടുതലൊന്നും പറയണ്ട. ഇവര് നന്നായി കഴിഞ്ഞാല് ബാക്കിയുള്ളത് നന്നാകും. അത് ഈ ദൈവം ഭൂമിയോട് കോപിക്കുന്നു, ശരിയാ. ദൈവത്തോട് മറുതലിച്ച് കഴിയുമ്പോഴേ പ്രകൃതിയിൽ കൂടാണ് ദൈവം ഭൂമിയോട് കോപിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ദൈവത്തോട് മറുതലിച്ച് കഴിഞ്ഞാൽ ഇത് എന്നും ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. കുഞ്ഞാടുകൾ ഇതൊന്നും മനസ്സിലാക്കത്തുമില്ല. ഇതൊക്കെയാണ് അതിന്റെ പരമാനന്ദ സത്യം.